ഹലോ, വെൽക്കം ബാക്ക് ടു കേരള അക്കാദമി. നമ്മൾ ഇന്ന് 2024 നടന്ന എക്സാംസിൽ ചോദിച്ച 200 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പർ. അത് ഫസ്റ്റ് വൺ, ഗ്രൗണ്ട് വാട്ടർ, കേരള വാട്ടർ അതോറിറ്റി, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്രണ്ട് എന്ന എക്സാമും ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന്റെ ആൻസർ ക്യൂമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ തുടങ്ങാം അല്ലെ. First question, which part doesn't belong to T square? Which part doesn't belong to T square? അപ്പൊ T സ്ക്വയറിൽ ബിലോങ് ചെയ്യാത്ത പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വർക്കിംഗ് എഡ്ജ് തന്നിട്ടുണ്ട്. യെസ്, T സ്ക്വയറിന്റെ വർക്കിംഗ് എഡ്ജ് വരുന്നുണ്ട്. ആൻഡ് ബ്ലേഡ്, ഓക്കെ, ബ്ലേഡ് ഉണ്ട്. ദെൻ ബാറ്റൺസ് വരുന്നില്ല. അതായത് പാർട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ദെൻ എബോണി. അപ്പൊ ഡസൻ ബിലോങ്സ് ടു ആണ്. സോ ആൻസർ എന്തായിരിക്കും? യെസ്, 3 and 4 ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. Next question, small bow compass can draw circles less than dash radius. Small bow compass can draw circles less than dash radius. എത്രയാണ് വരുന്നത്? യെസ്, 25 mm. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അതായത് 25 mm ലെസ് ദാൻ റേഡിയസിലാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? സ്മോൾ ബോ കോമ്പസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹാർഡസ്റ്റ് പെൻസിൽ? ഈ തന്നിരിക്കുന്നതിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പെൻസിൽ ഏതാണ്? അപ്പൊ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് യെസ്, ഹാർഡസ്റ്റ് മീൻസ് ഏതാണ് വരുന്നത്? 9H ആണ് നമുക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഡ്രോയിങ് ഷീറ്റ്? റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെങ്ത് ആൻഡ് വിഡ്ത്തിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? യെസ്, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണുമ്പോൾ 1 മാത്രം എടുക്കരുത്. ഇവിടെ 1 തന്നിട്ടുണ്ട്. 1:1.414 തന്നിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ 3യും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. സോ 1 and 3 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ്, അതായത് 1:√2 ആണ് നമുക്ക് ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ലെറ്റേഴ്സ് റെക്കമെൻഡഡ് ബൈ BIS? What is the inclination of letters recommended by BIS? എത്രയാണ് ഇൻക്ലിനേഷൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? ലെറ്റേഴ്സിന്റെ BIS റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സിന്റെ ഇൻക്ലിനേഷൻ കൊടുക്കേണ്ടത് യെസ് 15 ഡിഗ്രി ടുവേർഡ്സ് റൈറ്റ് ആണ് കേട്ടോ. അതായത് 15 ഡിഗ്രി ടുവേർഡ്സ് റൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലെറ്റേഴ്സിന്റെ ഇൻക്ലിനേഷൻ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following line projecting from the feature and extending beyond the dimension line? Okay അല്ലെ, projecting from the feature and extending beyond the dimension line ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അതിന്റെ ആൻസർ ആണ് എക്സ്റ്റൻഷൻ ലൈൻ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ റെഡ്യൂസിങ് സ്കെയിൽ? റെഡ്യൂസിങ് സ്കെയിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്കെയിൽ റെഡ്യൂസ് ചെയ്യാണ് അല്ലെ. അപ്പൊ റെഡ്യൂസ് ചെയ്യുന്ന സ്കെയില് ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ്? യെസ്, ഇവിടെ 10:1 അത് എൻലാർജിങ് ആണ് വരുന്നത്. ഇവിടെ 10:2 എൻലാർജിങ് ആണ്. യെസ്, ഇവിടെ 3 and 4 1:2 ആൻഡ് 1:5 ആണ് നമുക്ക് റെഡ്യൂസിങ് സ്കെയിൽസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് 3 and 4 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ വെയർ n ഈസ് ദ നമ്പർ ഓഫ് സൈഡ്സ്? ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആൻസർ ഏതാണെന്നൊന്ന് പറയാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആൻസർ എന്തായാലും ഡിസ്കസ് ചെയ്യാം. അപ്പൊ തെറ്റാണെങ്കിൽ നമുക്ക് പഠിക്കാം, ശരിയാണെങ്കിൽ ദാറ്റ്സ് തറോ ആയി എന്നർത്ഥം. അപ്പൊ നമുക്ക് നോക്കാം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ വെയർ n ഈസ് ദ നമ്പർ ഓഫ് സൈഡ്സ്? അങ്ങനെ വരാൻ നേരത്തെ നമുക്കറിയാം ഏതാണ്? യെസ്, 2 into n minus 4 into റൈറ്റ് ആംഗിൾ. അതിപ്പോ ട്രയാംഗിൾ ആണെങ്കിൽ ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണെങ്കിൽ n is equal to 3. നമുക്കറിയാം 2 90 ഡിഗ്രി. അപ്പം സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ, ഈ 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാലേ എത്ര കിട്ടേണ്ടത്? 180 ഡിഗ്രി കിട്ടുന്നുണ്ടോ നോക്കാം. 2 into 3 എന്ന് പറയുന്നത് 6 കിട്ടും. 6 minus 4 into equal to നമുക്ക് എന്ത് കിട്ടും? യെസ്, 180 ഡിഗ്രി നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the conic section at which section plane is inclined to the axis and is parallel to one of the generator of the cone, the section is called. The conic section ഒരു കോണിന്റെ ഏതോ ഒരു സെക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? ഒരു കോണിന്റെ ഏതോ ഒരു സെക്ഷൻ ആണ് തന്നിരിക്കുന്നത്. സോ അവിടെ നമുക്കൊരു കട്ടിംഗ് പ്ലെയിൻ വരാൻ നേരത്തെ ഒരു സെക്ഷൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് ടു ദ ആക്സിസ്. ആക്സിസിന് ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ അല്ലേ? ഇതാണ് ആക്സിസ് എങ്കിൽ ആക്സിസിന് ഇൻക്ലൈൻഡ് ആണ്. is parallel to the one of the generators. ഏതെങ്കിലും ഒരു ജനറേറ്ററിന്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് വരുന്നത്?
ഒരു ജനറേറ്ററിന് അതായത് ആക്സിസിന് ഇൻക്ലൈൻഡ് ഒരു ജനറേറ്ററിന് പാരലായിട്ട് വരാൻ നേരത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നത് ആരെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്? യെസ്, പരാബോളയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In orthographic projection, the projectors are dashed to the plane of projection. In orthographic projection, projectors എങ്ങനെയാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന്? ഓർത്തോഗ്രാഫിക് ആണ്. ഓർത്തോഗ്രാഫിക്കിൽ വരാൻ നേരത്ത് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമുക്ക് പ്രൊജക്ടേഴ്സ് നമുക്ക് എവിടെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമുക്ക് പ്രൊജക്ടേഴ്സ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സർവേ ദ ഷേപ്പ് ഓഫ് എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്? ഓക്കെ അല്ലേ? അതായത് ലാർജ്, അതായത് നമുക്ക് ഷേപ്പ് ഓഫ് ദ എർത്ത് അക്കൗണ്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർവേ നമുക്കറിയാം. പ്ലെയിൻ സർവേ ഉണ്ട്, ജിയോളജിക്കൽ സർവേ ഉണ്ട്. സോ ജിയോളജിക്കൽ സർവേ ഒക്കെ ഓക്കെ, പ്ലെയിൻ സർവേ ആൻഡ് ജിയോളജിക് സർവേക്കകത്ത് നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യുന്നത്? യെസ്, ജിയോഡറ്റിക് സർവേ ആണ് നമ്മൾ ഷേപ്പ് ഓഫ് ദ എർത്തും കൂടി കൺസിഡർ ചെയ്യുന്നത്. പ്ലെയിൻ സർവേയിൽ നമ്മൾ ഷേപ്പ് ഓഫ് ദ എർത്ത് കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process of fixing intermediate points on a survey line is called the process of fixing intermediate points on survey line. Survey linesൽ നമ്മൾ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് യെസ് റേഞ്ചിങ്. റേഞ്ചിങ് റോഡ്സ് ഒക്കെ വെച്ചിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഞ്ചിങ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. റേഞ്ചിങ് ആണ് ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡയറക്ഷൻ ഓഫ് എ ലൈൻ റിലേറ്റീവ് ടു ഗിവൺ മെറീഡിയൻ. Okay, അല്ലേ? The direction of a line relative to given meridian is called എന്താണ്? Bearing. ഡയറക്ഷൻ ആണ്, ഡയറക്ഷൻ ഓഫ് എ ലൈൻ. ഓക്കെ അല്ലേ? ഒരു മെറീഡിയൻ ഉണ്ടെന്ന് കരുതുക. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിളിനെയാണ് കാണിക്കുന്നത്. അത് ബെയറിംഗ് ആണ് അല്ലേ? ഒരു ആംഗിൾ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനെ പറയുന്നതാണ് ബെയറിംഗ്. ഓപ്ഷൻ എ. Next question. The process of putting the plane table into some fixed direction so that line representing a certain direction on the plan is parallel to the direction on the ground. Okay അല്ലേ? അതായത് നമ്മളുടെ ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഒരു ലൈൻ ഉണ്ടാവും. ഇപ്പൊ സെക്ഷനിൽ നമ്മൾ പ്ലെയിൻ ടേബിൾ വെച്ചിട്ട് ഈ ഒരു എ ബി ലൈൻ നമ്മളുടെ ഈ ഒരു പ്ലാനകത്ത് ഉണ്ടാവുക അല്ലെ? ഈ പ്ലാനിനകത്ത് നമ്മളുടെ ഇവിടെ ഒരു വൈറ്റ് പേപ്പറിനകത്ത് അല്ലെങ്കിൽ വൈറ്റ് ഷീറ്റിനകത്ത്, വൈറ്റ് പേപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളുടെ ചാർട്ടിനകത്ത് അല്ലെങ്കിൽ ഷീറ്റിനകത്ത് ഈ ഒരു എ ബി ലൈൻ ഉണ്ടാവും. ആ എ ബി ലൈനും ഗ്രൗണ്ടിലെ എ ബി ലൈനും കറക്റ്റ് പാരലായിട്ട് വരുന്ന ആ ഒരു ഫിക്സഡ് ഡയറക്ഷനിലേക്ക് നമ്മൾ ടേബിള് സെറ്റ് ചെയ്യുന്നു. സോ അതിനെ പറയുന്ന പേരെന്താണ്? ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? യെസ്, ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ. അപ്പം ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അതിന്റെ പ്രോസസ്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലൈൻ ഈസ് നോർമൽ ടു ദ ലെവൽ ലൈൻ അറ്റ് എ പോയിന്റ്? വിച്ച് ലൈൻ ഈസ് നോർമൽ ടു ദ, ഓക്കെ അല്ലേ? നമുക്കൊരു ലെവൽ ലൈൻ ഉണ്ട്, ലെവൽ സർഫസിനകത്ത് ലെവൽ ലൈൻ ഉണ്ട്. അതിന് നോർമലായിട്ട് വരുന്ന ലൈനിനെ പറയുന്ന പേരെന്താണ്? അതിന് നോർമലായിട്ട് വരുന്ന ലൈനിനെ പറയുന്ന പേര്, സോറി, ഓപ്ഷൻ ബി വെർട്ടിക്കൽ ലൈൻ ആണ് കേട്ടോ. വെർട്ടിക്കൽ ലൈൻ. സോ വെർട്ടിക്കൽ ലൈൻ തന്നെയാണ് നമുക്ക് പ്ലം ലൈൻ ആയിട്ടും, വെർട്ടിക്കൽ ലൈനിനകത്ത് പ്ലം എല്ലാം ഓക്കെ അല്ലേ, പ്ലം ലൈൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ നീഡിൽ വിത്ത് ദ ഹൊറിസോണ്ടൽ ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ്? പ്രിസ്മാറ്റിക് കോമ്പസിനകത്ത് വരുന്ന ആ ഒരു നീഡിലിന്റെ ഇൻക്ലിനേഷനെ പറയുന്ന പേരെന്ത്? ഓക്കെ അല്ലേ? എന്താണ്? യെസ്, ഡിപ്പാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഡിപ്പാണ്. ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ട്രൂ മെറീഡിയനും മാഗ്നറ്റിക് മെറീഡിയനും തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് നീഡിലിനകത്ത് വരുന്ന ഇൻക്ലിനേഷൻ എന്ന് പറയുന്ന നേരത്ത് അതിനെ പറയുന്ന പേരാണ് ഡിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലെവലിംഗ് ഈസ് അഡോപ്റ്റഡ് വൈൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെറ്റ് അപ്പ് ദ ലെവൽ മിഡ്വേ ബിറ്റ്വീൻ ദ 2 points as across river or ലേക്ക്? അപ്പൊ ഒരു ലേക്ക് അല്ലെങ്കിൽ റിവർ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇതായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലെവൽ അല്ലെങ്കിൽ ലെവൽ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ സമയത്ത് നമ്മൾ ലെവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് ലെവലിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏതാണ്? യെസ്, റെസിപ്രോക്കൽ ലെവലിംഗ്. ഓപ്ഷൻ ഡി, റെസിപ്രോക്കൽ ലെവലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The bottom of a RCC structure A was taken as a temporary benchmark. Temporary benchmark ആണ്. Reduced level തന്നിട്ടുണ്ട്. Reading on inverted Stafford benchmark A is 2.760 meter and reading on peg B on ground is 1.435 meter. What is reduced level of B? അപ്പൊ നമുക്കറിയാം ഇവിടെ ഓക്കെ, നമുക്കപ്പം ഇവിടെ ഒരു RCC സബ്ജക്റ്റിനകത്ത് നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഇതിന്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ് തന്നിരിക്കുന്നത്? 75.150 ആണ്. ആൻഡ് ഇവിടെ ഒരു ഇൻവേർട്ടഡ് സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാഫിനകത്തുള്ള റീഡിംഗ് എന്താണ്? 2.760.
ഇനി അപ്പം ഇതാണ് നമ്മളുടെ പോയിന്റ് എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെയാണ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാഫ് റീഡിംഗ് വായിക്കുന്നത് അല്ലെ, 2.760. ഇനി ഇവിടെയാണ് നമ്മളുടെ ബി എന്ന് പറയുന്ന പോയിന്റ് എന്ന് കരുതുക. ഓക്കെ അല്ലേ? ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഇൻവേർട്ടഡ് സ്റ്റാഫ് ഒന്നും അല്ല. സോ ഇവിടെ ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗ്രൗണ്ടിൽ നമ്മൾ സ്റ്റാഫ് വെക്കുന്നത് എങ്ങനെയായിരിക്കും? സോ ഈ ഒരു ലെവലിൽ തന്നെ അല്ലേ നമ്മൾ വായിക്കുന്നത്? ഈ ഒരു ലെവലിൽ തന്നെ വായിക്കുന്ന റീഡിംഗ് എന്ന് പറയുമ്പോൾ 1.435 ആയിരിക്കും. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യെസ്, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ ആണ്. അപ്പൊ ഈ റെഡ്യൂസ്ഡ് ലെവൽ അറ്റ് ബി എന്ന് പറയുന്നത് ഈ 75.150 നിന്ന് ആരെയൊക്കെ കുറയ്ക്കണം? യെസ്, ഈ 2.760 കുറയ്ക്കണം, 1.435 കുറയ്ക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്നത്, അതായത് 75.150 നിന്ന് 2. സോറി, ആദ്യം സ്റ്റാഫ് റീഡിങ്സ് ആഡ് ചെയ്യുക. 2.760 പ്ലസ് 1.435 ഇതിനെ ഏതിൽ നിന്ന് മൈനസ് ചെയ്യുക? യെസ്, ഈ ഒരു 7.150 നിന്ന് ഈ ആഡ് ചെയ്ത ടേംസ് നമ്മൾ മൈനസ് ചെയ്യുമ്പം ആരെ കിട്ടും? 70.955 കിട്ടും. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which method of contouring spot levels are taken along a series of lines laid over the area? In which method of contouring spot levels are taken along a series of lines laid over the area? ഏതാണ് വരുന്നത്? യെസ്, ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. Next question. A reliable instrument used for setting out a grade contour is. A reliable instrument used for setting out a grade contour is Ceylon gut tracer. Option C ആണ് ശരി ഉത്തരം. Next question. What is the process of turning the telescope in vertical plane about its horizontal axis through 180 degree? Vertical planeലാണ്, horizontal axisലാണ്. എന്താണ് ആ ഒരു process of turning the telescope? Vertical plane and horizontal axis through 180 degree. About ആണ്, about horizontal axis and in vertical plane വരുന്നത് നമുക്ക് ഏതാണ് വരുന്നത്? യെസ്, ട്രാൻസിറ്റിംഗ് ആണ് ആൻസർ വരുന്നത്. ട്രാൻസിറ്റിംഗ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആംഗിൾ ഈസ് മെഷേർഡ് ക്ലോക്ക് വൈസ് ഫ്രം ദ പ്രീവിയസ് ലൈൻ ടു ദ ഫോളോയിങ് ലൈൻ? വിച്ച് ആംഗിൾ ഈസ് മെഷേർഡ് ക്ലോക്ക് വൈസ്, ഓക്കെ അല്ലേ, ഫ്രം ദ പ്രീവിയസ് ലൈൻ ടു ഫോളോവിങ് ലൈൻ. ക്ലിയർ അല്ലേ? സോ അത് ഏതാണ് ആംഗിൾ വരുന്നത്? യെസ്, ഇറ്റ് ഈസ് ഡയറക്റ്റ് ആംഗിൾ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. Next question. Value of contour interval adopted for town planning schemes, reservoirs, etc. Value of contour interval. അപ്പൊ കോണ്ടൂർ ഇന്റർവെൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ കോണ്ടൂർ ഇന്റർവെൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, 0.5 to 2 meter. 0.5 to 2 meter. Option C ആണ് ശരി ഉത്തരം വരുന്നത്. Which is the carrier for distance measurement in almost all total stations? Carrier for distance measurement in almost all total stations എന്ന് പറയുന്നത് യെസ്, ഇൻഫ്രാറെഡ് റേസ് ആണ്. ഇൻഫ്രാറെഡ് റേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What least angle capable of measuring with best quality total station? ഏതാണ്? യെസ്, 5 second ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മാക്സിമം സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ബ്ലാക്ക് കോട്ടൺ സോയിൽ ഇൻ ഡ്രൈ കണ്ടീഷൻ? ഡ്രൈ കണ്ടീഷനിൽ ബ്ലാക്ക് കോട്ടൺ സോയിലിന്റെ മാക്സിമം സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് യെസ് 15 ആണ് കേട്ടോ. SBC 15. Next question. What is the name of tool used for setting angle in brick masonry? Brick masonry നമ്മൾ സെറ്റിംഗ് ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? എന്ത് നെയിം ഓഫ് ടൂൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, bevel. Clear? Next question. Which plaster material used in X-ray rooms to protect persons working? Which plaster material used in X-ray rooms to protect the person working? യെസ്, എന്താണ്? ബാരിയം പ്ലാസ്റ്റർ. Next question. The cracks occur in a center of a tree and they extend from pith to sapwood. പിത്തിൽ നിന്ന് sapwood വരെ എത്തുന്ന ആ ഒരു ക്രാക്ക് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മെഡുലറി റേസ്. ക്ലിയർ അല്ലേ? സോ അതെന്താണ് വരുന്നത്? യെസ്, ഓപ്ഷൻ ഡി, ഹാർട്ട് ഷേക്സ്.
ഹാർട്ട് ഷേപ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടേം ഫോർ ഹാർഡ് ബ്രൗണിഷ് അൺഗ്ലേസ്ഡ് വിട്രിഫൈഡ് സെറാമിക് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ആർക്കിടെക്ചറൽ ഓർണമെന്റേഷൻ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ടേം ഫോർ ഹാർഡ് ബ്രൗണിഷ് അൺഗ്ലേസ്ഡ് വിട്രിഫൈഡ് സെറാമിക് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ആർക്കിടെക്ചറൽ ഓർണമെന്റേഷൻ? എന്താണ് വരുന്നത്? യെസ്, ടെറാക്കോട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the commonly used retarders are, yes, ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ജിപ്സം, അമോണിയം ക്ലോറൈഡ്, ഇതൊക്കെ നമ്മൾ റിട്ടാർഡേഴ്സ് ആണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഓൾ ഓഫ് ദീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം സ്പാൻ ഫോർ ഡബിൾ ജോയിസ്റ്റ് ഫ്ലോർ? വാട്ട് ഈസ് ദ മാക്സിമം സ്പാൻ ഫോർ ഡബിൾ ജോയിസ്റ്റ് ഫ്ലോർ? എന്താണ് വരുന്നത്? യെസ്, 7.5 meter. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ടേം യൂസ്ഡ് ഫോർ ദ വെർട്ടിക്കൽ ജോയിൻസ് സെപ്പറേറ്റിംഗ് ദ ബ്രിക്സ് ഇൻ എയ്തർ ലെങ്ത് ഓർ ക്രോസ് ഡയറക്ഷൻ? വാട്ട് ഈസ് ദ നെയിം ഓഫ് term used for vertical joints separating the bricks in either length or cross direction? Perpens എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാസ് ഓഫ് 6 mm ഡയ സ്റ്റീൽ ബാർ? 6 mm ഡയ സ്റ്റീൽ ബാറിന്റെ മാസ് എന്ന് പറയുന്നത് 0.222 kg. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ലോപ്പ് യൂഷ്വലി ഗിവൺ ഓൺ RCC ഫ്ലാറ്റ് റൂഫ്? വാട്ട് ഈസ് ദ സ്ലോപ്പ് യൂഷ്വലി ഗിവൺ ഓൺ RCC ഫ്ലാറ്റ് റൂഫ്? 1/60. 1/60 ആണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ദ ഡ്യൂറബിലിറ്റി ഓർ വെതറിംഗ് ക്വാളിറ്റി ഓഫ് സ്റ്റോൺസ്? ഡ്യൂറബിലിറ്റി ആൻഡ് വെതറിംഗ് ക്വാളിറ്റി ഓഫ് സ്റ്റോൺസിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിന്റെ പേര് ഏതാണ്? ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which class of brick is used for unimportant situation and for internal walls? Internal walls-നും unimportant situation നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ് ഓഫ് ബ്രിക്ക് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണ്. ഓപ്ഷൻ ബി, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. Next question, what is the name suitable for cold weathering concrete? What is the name suitable for cold weathering concrete? Cold weathering concrete. That is extra rapid hardening cement. Option C ആണ് extra rapid hardening cement. Next question, name the sand which passes through sieve with clear opening of 3.17 mm and used for masonry work. ഏതാണ് വരുന്നത്? Yes, option B, coarse sand ആണ് വരുന്നത്. Next question, what is the weight of steel in kilogram per meter square? What is the weight of steel in kilogram per meter square? Kilogram per meter square ആണ് weight of steel നമ്മൾ പറയേണ്ടത്. Yes, it is 7850 kilogram per meter square. Next question, what will happen when vertical and inclined surface are two thickness painted? Okay, അല്ലേ? So it is, yes, sagging. Clear? Sagging ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the name of the treatment that to protect the building against termites is a maintenance treatment open earth around building and treat with the chemicals? What is the name of the treatment that to protect the building against termites is a maintenance treatment open earth around building and treat with chemicals? ഏതാണ് വരുന്നത്? Yes, it is post construction treatment. Post construction treatment. Next question, slate is an example of. Slate എന്ന് പറയുന്നത്, yes, it is metamorphic rock. Metamorphism കഴിഞ്ഞിട്ടുള്ള ആ rock ആണ് നമുക്ക് slate ആയിട്ട്. Next question, what is the name of class line which can be used for structural work such as arches and domes, etc.? Yes, class A line. Clear? Next question, what is the yield strength of HYSD bars? High yield ആണ്. HYSD ബാർസിന്റെ yield strength എത്രയാണ് വരുന്നത്? യെസ്, 415 Newton per mm square. Next question, the decrease or loss in the value of property due to structural deterioration, use, wear and tear is called. Decrease or loss in value of property due to structural deterioration, പിന്നെ അതേപോലെ തന്നെ wear and tear ഒക്കെ കാരണം കൊണ്ടുള്ള
പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറയുന്നത് അല്ലെങ്കിൽ ലോസ് ആയി പോകുന്നതിനെ പറയുന്നതാണ് എന്താണ്? യെസ്, ഡിപ്രിസിയേഷൻ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർമെന്റ് യൂണിറ്റ് ഫോർ ദ കോർണേഴ്സ് വർക്ക്സ് ഇൻ എസ്റ്റിമേഷൻ? ഏതാണ് നമ്മൾ മെഷർമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? യെസ്, ഇറ്റ് ഈസ് മീറ്റർ. ക്ലിയർ അല്ലേ? കോർണേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Next question, the estimate prepared while the original sanctioned estimate is exceeding by more than 5% is called. More than 5% വരുന്നത് നമ്മൾ എന്താണ് വിളിക്കുന്നത്? റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ക്ലിയർ അല്ലേ? റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, printed list of rates of various items of work maintained by the engineering department. ആ ഒരു printed ലിസ്റ്റിനെ പറയുന്ന പേരാണ് printed list of rates of various items of work maintained by the engineering department. It is schedule of rates. Next question, annual periodic payment for repayment of capital amount invested by a party, it is called annual periodic payment ine nammal parayunnu for repayment aanu, so it is annuity. Next question, plastering area taken for a pillar. പില്ലറിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് യെസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. നെക്സ്റ്റ്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പാസ് ചെയ്തത് യെസ് 1980 1980 സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IS കോഡ് യൂസ്ഡ് ഫോർ ഫയർ സേഫ്റ്റി. ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന IS കോഡാണ് യെസ് IS 1641-1960. Okay, IS 1641-1960. Next question, plan approved and sanctioned by the competent authority. Plan approved and sanctioned by the competent authority. It is എന്താണ് പറയുന്നത്? Yes. Yes, it is. Sorry, sanctioned plan. It is sanctioned plan. Option D ആണ് ശരി ഉത്തരം. Next question, permissible FAR for the commercial building. Permissible FAR for the commercial building. It is 2 ആണ് ട്ടോ. Permissible FAR it is option A 2 ആണ് ശരി ഉത്തരം വരുന്നത്. Next question, the estimated cost charged to meet the expense of establishment, designing, planning and supervision, etc., which is of 10 to 15% of the estimated cost. Estimated cost charged to meet the expense of establishment, designing, planning, supervision, etc., which is of 10 to 15% of estimated cost. അതിനെ എന്താണ് നമ്മൾ പറയുന്നത്? Yes, it is percentage charge. Next question, statement of various items of work giving the description of quantities and unit rates where the amount columns are left blank is called. Statement of various items of work giving the description of quantities and unit rates. അതിന്റെ എമൗണ്ട് കോളംസ് എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് ബ്ലാങ്ക് ആയിരിക്കും. സോ അതിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയമീറ്റർ ഓഫ് മൈൽഡ് സ്റ്റീൽ ബാർസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. അപ്പൊ ഡയമീറ്റർ ഓഫ് മൈൽഡ് സ്റ്റീൽ ബാർ ആണ്. അത് നമുക്ക് യെസ് ഇറ്റ് ഈസ് സിമ്പിൾ mm-ലായിരിക്കും. ക്ലിയർ അല്ലേ? 6 mm 8 mm എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഫോർ ബോറിംഗ് ഹോൾസ് ഇൻ അയൺ. Unit of payment for boring holes in iron, it is yes per number ലായിരിക്കും. ക്ലിയർ അല്ലേ? per number. Next question, which one is not included in job overhead? ക്ലിയർ? അപ്പം ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് നമുക്ക് നോക്കാം. It is establishment. Option A establishment. അടുത്തൊക്കെ നോക്കിയാൽ ലോസസ് ഓൺ അഡ്വാൻസസ് ആൻഡ് അമെനിറ്റീസ് ഓഫ് ലേബർ, വർക്ക്മാൻസ് കോമ്പൻസേഷൻ, അതൊക്കെ ഓവർ ഹെഡ് ചാർജസ് ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇവിടെ ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഓറിയന്റേഷൻ ഓഫ് ബിൽഡിംഗ്. ഇമ്പോർട്ടൻസ് ഓഫ് ഓറിയന്റേഷൻ ഓഫ് ബിൽഡിംഗ്. ഇറ്റ് ഈസ് യെസ് ഇറ്റ് ഈസ് റിഡക്ഷൻ ഓഫ് എനർജി ബിൽസ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം കവേർഡ് ഏരിയ ഫോർ ആൻ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗിന്റെ മാക്സിമം കവേർഡ് ഏരിയ എന്തായിരിക്കണം? സൈറ്റ് ഏരിയയുടെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം വരേണ്ടത്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 60% ഓഫ് സൈറ്റ് ഏരിയ ആണ് ശരി ഉത്തരം. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാർപ്പറ്റ് ഏരിയ. കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? യെസ്, ടോട്ടൽ ഫ്ലോർ ഏരിയ മൈനസ് സർക്കുലേഷൻ ഏരിയ ആണ് നമുക്ക് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോമിനൽ സൈസ് ബ്രിക്സ് നീഡഡ് ഫോർ 1 meter cube of brick work. Nominal size bricks needed for 1 meter cube of brick work. It is yes 500 ആണ് കേട്ടോ. നമ്മൾ PSC പറയുന്ന 500 ആണ്. Next question, process of determining the value of the property or the fair price of property. Process of determining the value of the property or the fair price of property എന്ന് പറയുന്നത് yes valuation. ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് valuation. Next question, in which irrigation method water is supplied to lower level by action of gravity? In which irrigation method water is supplied to lower level by the action of gravity? യെസ്, ഏതാണ്? ഫ്ലോ. ഓക്കെ, ഫ്ലോ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബാക്കിയൊക്കെ നോക്കിയാൽ ലിഫ്റ്റ്, സ്പ്രിംഗ്ലർ, ലിഫ്റ്റ് ഇറിഗേഷൻ നോ അല്ല. ലിഫ്റ്റ് നമ്മൾ ഹയർ ലെവലിലേക്ക്, സ്പ്രിംഗ്ലർ അല്ല, സബ് സർഫസ് അങ്ങനെ വരും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി, ഡെൽറ്റ ആൻഡ് ബേസ് പീരീഡ്? ഡ്യൂട്ടി, ഡെൽറ്റ ആൻഡ് ബേസ് പീരീഡ് ഇക്വേഷൻ വരുന്നത് യെസ് ഏതാണ്? യെസ്, ഡെൽറ്റ ഈസ് ഇക്വൽ ടു 8.64 ബി ബൈ D. Clear അല്ലേ? Okay. Next question. What is the first watering before sowing the crop? What is the first watering before sowing the crop? Crop ഇടുന്നതിന് മുന്നേ ഉള്ള വാട്ടറിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് it is paleo. Option B ആണ് ശരി ഉത്തരം. Next question. Which is called a safety valve of a dam? Dam. Which is called as ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെളി വീഴുന്നതാണ് കേട്ടോ. Which is called as safety valve of a dam? It is yes spillway. സ്പിൽവേയിലിടല്ലേ നമ്മൾ അധിക വാട്ടറൊക്കെ ഇതാക്കി വേണം. സോ ഇറ്റ് ഇസ് സേഫ്റ്റി വാൽവ് ഫോർ ഡാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാം ബേസ്ഡ് ഓൺ യൂസ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാം ബേസ്ഡ് ഓൺ യൂസിൽ വരുന്നത് നമുക്ക് ഡിറ്റൻഷൻ ഉണ്ട്, ഗ്രാവിറ്റി ഡാം ഉണ്ട്, റിജിഡ് ഡാം ഉണ്ട്, ബട്ട്രസ് ഡാം ഉണ്ട്. ഇതിനകത്ത് ഏതാണ് നമ്മൾ യൂസിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനകത്ത് വരുന്നത്? ഇറ്റ് ഈസ് ഡിറ്റൻഷൻ. Okay, detention dam. Next question, when does hydrograph called as unit hydrograph? കഴിഞ്ഞ നമ്മളുടെ ആ ഒരു PYQനകത്ത് നമ്മൾ അത് സെയിം ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഈ ഒരു 70 എണ്ണത്തിനകത്ത് ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ PYQs എന്തായാലും വർക്ക്ഔട്ട് ചെയ്യുക. When does hydrograph called as unit hydrograph? Yes, 1 centimeter of runoff from rainfall. Next question, ഓപ്ഷൻ എ ആണ് കേട്ടോ അതിന്റെ ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് ഓഫ് എ കനാൽ? വിച്ച് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് ഓഫ് എ കനാൽ? എന്താണ്? യെസ്, ടു റൈസ് വാട്ടർ ലെവൽ. വാട്ടർ ലെവൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്ക് ഓഫ് കനാൽ നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the main factor for selection of site for a reservoir? Main factor for റിസർവോയറിന് വേണ്ടി ഒരു സൈറ്റ് സെലക്ഷൻ ചെയ്യാൻ നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്താണ്? യെസ്, ഇറ്റ് ഈസ് മാക്സിമം റൺ ഓഫ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ പ്ലേസ്ഡ് ഇൻ റിവർ ടു ഇൻക്രീസ് ദ ഡെപ്ത് ഓഫ് വാട്ടർ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ പ്ലേസ്ഡ് ഇൻ റിവർ ടു ഇൻക്രീസ് ദ ഡെപ്ത് ഓഫ് വാട്ടർ? ക്ലിയർ അല്ലേ? ഏതാണ് നമ്മൾ നെയിം ഓഫ് സ്ട്രക്ചർ എന്താണ്? ഒരു റിവറിനകത്ത് ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് യെസ് ഇറ്റ് ഈസ് വെയർ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് റിഡ്യൂസ് ദ വാട്ടർ ഹാമർ പ്രഷർ ഫോംഡ് ഇൻ ദ പെൻസ്റ്റോക്ക്? വാട്ടർ ഹാമർ പ്രഷറിനെ ഓക്കെ അല്ലെ, പെൻസ്റ്റോക്കിൽ ഉണ്ടാവുന്ന വാട്ടർ ഹാമർ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് എലമെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്? ഏതാണ്? യെസ്, ഇവിടെ തന്നിരിക്കുന്ന വാൾസ്, സർച്ച് ടാങ്ക്, ടർബൈൻസ് ആൻഡ് ഡ്രാഫ്റ്റ് ട്യൂബ്സ്. വാട്ടർ ഹാമർ പ്രഷർ യെസ്, ഡൗട്ട് വേണ്ട, ഇറ്റ് ഈസ് സർച്ച് ടാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കനാൽ ഈസ് ഓൾസോ നോൺ ആസ് റിഡ്ജ് കനാൽ? റിഡ്ജ് കനാൽ എന്നും കൂടി അറിയപ്പെടുന്ന കനാൽ ഏതാണ്? യെസ്, ഇറ്റ് ഈസ് വാട്ടർ ഷെഡ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓൾസോ നോൺ ആസ് കനാൽ ഫോൾ? കനാൽ ഫോൾ എന്നും കൂടി അറിയുന്ന നമ്മളുടെ കനാൽ ഫോൾ എന്നും കൂടി അറിയുന്ന ആ ഒരു സ്ട്രക്ചർ ആണ് വിച്ച് ഇസ് എന്താണ് ഇവിടെ വരുന്നത്? യെസ്, കനാൽ ഡ്രോപ്പ്.
ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, കനാൽ ഡ്രോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഈസ് കൺസ്ട്രക്റ്റഡ് ടു ക്യാരി കനാൽ ബിലോ ഡ്രെയിനേജ്? വിച്ച് ക്രോസ് ഡ്രെയിനേജ് വർക്ക് കൺസ്ട്രക്റ്റഡ് ടു ക്യാരി കനാൽ ബിലോ ഡ്രെയിനേജ്? ക്ലിയർ അല്ലേ? ഡ്രെയിനേജിന്റെ ബിലോ ആയിട്ട് കനാൽ കൊടുത്തിരിക്കുന്നത് എന്തിലാണ്? യെസ്, ഇറ്റ് ഈസ് സൂപ്പർ പാസേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് ദ കോസ് ഓഫ് ദ പ്രോപ്പർട്ടി ദാറ്റ് അലൗസ് ലിക്വിഡ് ടു റെസിസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ്? ക്ലിയർ? സോ അതേതാണ് വരുന്നത്? സർഫസ് ടെൻഷൻ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാരോമീറ്റർ ഈസ് യൂസ് ടു മെഷർ. ബാരോമീറ്റർ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബാരോമീറ്റർ. യെസ്, വെരി ഗുഡ്, ഇറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് യൂണിറ്റ്സ്? യൂണിറ്റ്സ് ആണ്. സോ യൂണിറ്റ്സിനകത്ത് നമുക്കിവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമുക്കൊന്ന് നോക്കാം അല്ലെ. സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടു തുടങ്ങിയല്ലേ. കാരണം സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സാംസിനകത്തൊന്നും അങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചോദിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുന്നുണ്ട്. സോ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ടൈം ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ്, ശരിയാണല്ലേ. സെക്കൻഡ്സ് കൊടുക്കുന്നത്. ഇൻ FPS സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് ഫുട്ട്, അതും ശരിയാണ്. ഏരിയ ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്, ശരിയാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ. അപ്പം നമുക്ക് ഏരിയ ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? യെസ്, ഓൾ ഓഫ് ദ എബവ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 kilograms is equal to ഇത്ര പൗണ്ട്സ്? 2 kilograms. അപ്പൊ 1 kg എത്ര പൗണ്ട് ആണെന്ന് നോക്കുക. 2 kg എത്ര വരും? ഇറ്റ് ഈസ് 4.41. ക്ലിയർ? Next question. What is the base of a triangle having an area of 50 centimeter square and height 100 mm? അപ്പൊ ഇവിടെ നെ നമ്മൾ എന്തിലാക്കണം? സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് തെറ്റിപ്പോകുന്നത് ഒന്ന് യൂണിറ്റ് സെയിം ആക്കാത്തതിന്റെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയാൻ നേരത്തെ അതിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? യെസ്, ഇറ്റ് ഈസ് 1/2 ഹാഫ് BH വരും അല്ലെ. അപ്പൊ ഹാഫ് BH ഈസ് ഇക്വൽ ടു 50 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ഇനി BH ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ബേസ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ H നമുക്ക് തന്നിരിക്കുന്നത് 100 mm ആണ്. അതിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്ര കിട്ടും? 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലെ. ഈ 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വരാൻ നേരത്ത് 50 × 2, ആ ഒരു ഹാഫിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി. അപ്പം ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത് മൾട്ടിപ്ലൈ ആവും. ഈക്വൽ ടു B × ഹൈറ്റ് എത്രയാ? 10. അപ്പൊ നമ്മൾ എഗെയിൻ 50 × 2 എന്ന് പറയുന്നത് 100 കിട്ടും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ആവും. സോ ബി ഈക്വൽ ടു നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 10 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് 10 mm ഒക്കെ തന്നിട്ടുണ്ട്. 10 കാണുമ്പോൾ തന്നെ നമ്മൾ നേരിട്ട് ആ mm എഴുതരുത്. സോ ഇറ്റ് ഈസ് 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 100 mm. ഇത് സെന്റിമീറ്ററിലാണ് അല്ലെങ്കിൽ 100 mm. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a wire bent in the form of a circle of radius 35 centimeter. ഒരു വയർ ബെൻഡ് ചെയ്തു, അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 35 centimeter. Was reshaped into a square. ഇതിനെ നമ്മൾ എന്താക്കി? ഒരു സ്ക്വയർ ആയിട്ട് റീഷേപ്പ് ചെയ്തു. സെയിം ലെങ്ത് ഉള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനൊരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ടെന്ന് കരുതുക. സോ അതിന്റെ ലാറ്ററൽ ലെങ്ത് എന്ന് പറയാം അല്ലെ. സോ ആ ഒരു ഇതിനെ തന്നെ നമ്മൾ റീഷേപ്പ് ചെയ്ത് സ്ക്വയർ. ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദാറ്റ് സ്ക്വയർ? ഈ ഒരു സ്ക്വയറിന്റെ, ഇതിപ്പോ ഞാൻ വരച്ചപ്പോൾ കുറച്ച് റെക്ടാംഗിൾ ആയി പോയെങ്കിലും ഈ ഒരു സ്ക്വയറിന്റെ ടോട്ടൽ ഒരു സൈഡിന്റെ ഇത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ അതെത്ര ആൻസർ വരുന്നത്? യെസ്, ഇറ്റ് ഈസ് 55 centimeter ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ വാട്ടർ ടാങ്ക് ഹാവിംഗ് ലെങ്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. എല്ലാം മീറ്ററിലാണ്. സോ ഒരു വാട്ടർ ടാങ്കിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാട്ടർ എത്രത്തോളമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ വോളിയം ആയിരിക്കുമല്ലോ. വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. 1 × 0.5 × 0.8. ക്ലിയർ അല്ലേ? ഇനി അപ്പം ഇത്ര മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇതിന്റെ ആൻസർ ഇൻ മീറ്റർ ക്യൂബ് കിട്ടും. അപ്പം 1 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്?
1000 ലിറ്റർ ആണ്. നമുക്കിവിടെ എന്തിലാ വേണ്ടത്? ലിറ്ററിലല്ലേ വേണ്ടത്. സോ എത്ര മീറ്റർ ക്യൂബ് ആണോ അതിനെ ഇൻറ്റു 1000 ചെയ്യുക. ഇവിടെ ഇപ്പം 1 ഇൻറ്റു 0.5 ഇൻറ്റു 0.8 ആണ് നമുക്ക് വരുന്നത്. 5×8 = 40. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് 0.40 വരും. ക്ലിയർ അല്ലേ? ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക? 1000 ചെയ്യുക ലിറ്ററിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ആൻസർ ആൻസർ വരുന്നത് 400. ക്ലിയർ അല്ലേ? 400 ആണ് നമുക്ക് ലിറ്റർ. 400 ലിറ്റർ നമുക്ക് കിട്ടും. 0.4 ഇൻറ്റു 1000. അപ്പൊ നമുക്ക് 400 ലിറ്റർ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many spherical balls of radius 1 centimeter can be made from a sphere of 15 centimeter radius? അപ്പൊ നമുക്കൊരു എന്താണ് ഒരു സ്പിയർ ഉണ്ട്. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എത്ര സ്പെറിക്കൽ ബോൾസ് ഓഫ് 1 സെന്റിമീറ്റർ റേഡിയസ് ഉണ്ടാക്കാൻ പറ്റും? അപ്പൊ നമ്മൾ അതും എഗെയിൻ നമ്മൾ ചെയ്യാൻ നേരം നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? 3375 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് is or are correct about energy? ക്ലിയർ അല്ലേ? എനർജിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് only one and two, all of the above തന്നിട്ടുണ്ട്. only 2 and 3 നമുക്ക് നോക്കാം. എനർജി ഓഫ് എ ബോഡി ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു ഡു വർക്ക്. ശരിയാണ് അല്ലെ? നമ്മളൊരു വർക്ക്, ഒരു ബോഡിന്റെ ഒരു കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ് എനർജി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ കറക്റ്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. യൂണിറ്റ് ഓഫ് എനർജി ഈസ് സെയിം ആസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്. ശരിയാണ്. Next, energy is one form, cannot be transformed into energy of another form. ചെയ്യാൻ പറ്റും അല്ലേ? ഒരു എനർജീനെ മറ്റൊരു എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. സോ ഇവിടെ വരുന്നത് only 1 and 2 ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When an external force act on a material, there is a change in its dimension and shape. This deformation is called. എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു മെറ്റീരിയലിനകത്ത് ആക്ട് ചെയ്യാൻ നേരത്ത് അതിന്റെ ഡയമെൻഷനും ഷേപ്പും ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഡീഫോർമേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് സ്ട്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ ഒരു ഡീഫോർമേഷനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഫ്രിക്ഷൻ? അല്ലെ, എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫ്രിക്ഷനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ്? 3 ഫ്രിക്ഷനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. തെറ്റാണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതും തെറ്റാണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ശരിയാണത്. സോ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. സോ ഓൺലി 3. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഇൻ മോഷൻ ഇൻ എ ഗിവൺ ഡയറക്ഷൻ ഈസ് കോൾഡ്. The rate of change of displacement of a body. Rate of change of displacement എന്ന് പറയുന്നത് displacement by time ആണ് അല്ലേ? Rate of change of. Clear അല്ലേ? So it is velocity. Option A ആണ് ശരി ഉത്തരം. Next question. What is the mechanical advantage of simple machine? Mechanical advantage of simple machine എന്ന് പറയുന്നത് ഓപ്ഷൻ ബി load by effort ആണ്. Next question. The positive bending moment in a beam is often called dash moment. The positive bending moment in a beam. ബീമിനകത്ത് വരുന്ന പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റിനെ നമ്മൾ എന്ത് മൊമെന്റ് എന്ന് വിളിക്കും? ഇറ്റ് ഈസ് സാഗിങ് മൊമെന്റ്. സാഗിങ് ഈസ് പോസിറ്റീവ്, ഹോഗിങ് ഈസ് നെഗറ്റീവ് എന്ന് നമ്മൾ പറയത്തില്ലേ? നമ്മൾ വിളിക്കുന്നതാണ് ഓഫൺ കോൾഡ് എന്ന് തന്നെ പറയുന്നുണ്ട്. Next question. Which of the following statements is or are correct about explode command? Explode commandനെ കുറിച്ചുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ്. ചിലതൊക്കെ നോട്ട് കറക്റ്റ് എന്ന് ചോദിക്കും. സോ അത് ശ്രദ്ധിക്കുക. ഇവിടെ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതേതാണ് വരുന്നത്? ഇവിടെ നോക്കാം. ബ്രേക്സ് എ കോമ്പൗണ്ട് ഒബ്ജക്ട് ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് ഒബ്ജക്ട്. ശരിയാണ്. എക്സ്പ്ലോഡ് കമാൻഡിനെ കുറിച്ചുള്ളതാണ്. When you start explode command, AutoCAD prompt you to select one or more complex objects. ശരിയാണ്. എക്സ്പ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കോംപ്ലക്സ് ഒബ്ജക്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യണോ? 1 or more കോംപ്ലക്സ് ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോംപ്റ്റ് ചെയ്യും. നെക്സ്റ്റ്. ഇഫ് ഒബ്ജക്ട്സ് ക്യാൻ ബി എക്സ്പ്ലോർഡ്. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ AutoCAD ഡിസ്പ്ലേസ് ഹൗ മെനി ഒബ്ജക്ട്സ് കുഡ് നോട്ട് ബി എക്സ്പ്ലോർഡ് കമാൻഡ് ലൈൻ. ക്ലിയർ അല്ലേ? സോ 1, 2, 3 ശരിയാണ്. സോ നമുക്കിവിടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following command is used to create a region or a polyline from the enclosed area?
Which of the following command is used to create a region or a polyline from an enclosed area? ഏതാണ്? Yes, it is a boundary. Next question. Which of the following statements is or are correct about snap mode? Snap mode ne കുറിച്ചുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. It is restrict ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. റെസ്ട്രിക്ട്സ് കഴ്സർ മൂവ്മെന്റ് ടു സ്പെസിഫൈഡ് ഗ്രിഡ് ഇന്റർവൽ. സ്നാപ്പ് മോഡ് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാക്സ് ദ കഴ്സർ ടു ഇൻക്രിമെന്റ്സ് അലോങ് പോളാർ അലൈൻമെന്റ് പാത്സ്. ശരിയാണ്. നെക്സ്റ്റ് നോക്കാം. സ്നാപ്പ് മോഡ് ഈസ് ടോഗിൾഡ് യൂസിങ് F7 കീ. തെറ്റാണ് അല്ലേ? സോ ഇറ്റ് ഇസ് ഒന്നും രണ്ടുമാണ് ശരി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനകത്ത്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 1 and 2 is ശരി. Only 1 and 2. Next question. Which of the following tool is used to connect two objects with an arc with a specified radius? ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ? Yes, it is fillet. Next question. Which of the following statements is or are correct about ortho mode? Ortho mode ne കുറിച്ച് നമുക്ക് ഏതൊക്കെയാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനകത്ത് കറക്റ്റ് എന്ന് നോക്കാം. ഏതൊക്കെയാണ്? If ortho mode is enable ചെയ്തിട്ടുണ്ടെങ്കിൽ you will only be allowed to draw lines along the UCS axis. ശരിയാണ് അല്ലേ? 90 degree. So ഇത് ശരിയാണ്. If ortho mode is enabled, you will be able to draw lines at any angle. തെറ്റാണ് അല്ലേ? ഇനി ആംഗിൾ പറ്റത്തില്ല, 90 ഡിഗ്രി മാത്രം. ടു ടോഗിൾ ഓർത്തോ മോഡ് ഓൺ ഓർ ഓഫ് പ്രസ് F8 കീ. സോറി, F8 കീ ശരിയാണ്. ഓർത്തോ മോഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് F8 കീ ആണ്. സോ 1, 3 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In AutoCAD, the keyboard shortcut Ctrl+1 is used to. Yes, it is used to Ctrl+1 show properties aligned. Next question. Option C ആണ് ട്ടോ ശരി ഉത്തരം. Next question. Which of the following command is used to add or edit plotter configuration? Plotter configuration add ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്നത് it is yes plotter manager. Option C ആണ് ശരി ഉത്തരം. Next question. Which of the following AutoCAD displays the cursor location, drawing tools and tools that affect your drawing element? It is yes status bar. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഒരു ഫസ്റ്റ് നമ്മളുടെ നമ്മൾ ചെയ്തിരുന്ന ഗ്രൗണ്ട് വാട്ടർ, കേരള വാട്ടർ അതോറിറ്റി, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന ട്രേസർ, ഓവർസിയർ ഗ്രേഡ് 3, വർക്ക് സൂപ്രണ്ട് എക്സാംസിന്റെ ആണ് നമ്മളിപ്പോൾ ആൻസർക്ക് നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന്റെ ആൻസർ കീയാണ്. സോ നമുക്കിവിടെ നോക്കാം. ഇതിൽ കുറെ അധികം ക്യാൻസൽ ആയി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് നമ്മളുടെ 101-ാമത്തെ ആണ് കേട്ടോ. 101-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളുടെ. ഫൈലൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഫൈലൈറ്റ് എന്ന് പറയുന്നത് യെസ് ഇറ്റ് ഈസ് മെറ്റമോർഫിക് റോക്ക് ആണ് കേട്ടോ. Next question. The mineral containing calcium carbonate and magnesium carbonate in equimolar quantities. Mineral containing calcium carbonate and magnesium carbonate. It is yes again yes dolomite. Option C ആണ് ശരി ഉത്തരം. Next question. The minimum compressive strength of common burned clay brick according to IS 1077/1992. Minimum compressive strength of common burned clay brick ആണ് ചോദിച്ചിരിക്കുന്നത്. According to IS code പറഞ്ഞിട്ടുണ്ട്. So it is 3.5 megapascal. Option A ആണ് ശരി ഉത്തരം. Next question. The special kiln used for the manufacture of a terracotta is, it is yes muffled furnace. Option B ആണ് ശരി ഉത്തരം. Next question. Special type of porcelain which is used in automobile industry is, yes, it is zircon porcelain. Next question. The gauged mortar is obtained by adding cement to the mix of. Gauged mortar kittanathu by adding cement to the mix of. It is yes sand and ലൈമിലേക്കാണ് നമ്മൾ സിമെന്റ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടുന്നത് ഗേജ്ഡ് മോർട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇത് ക്യാൻസൽഡ് ആണ്. മാക്സിമം മിക്സിംഗ് ടൈം ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ഇസ് ലിമിറ്റഡ് ടു. ഇത് ക്യാൻസൽഡ് ആണ്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കോമ്പാക്ഷൻ ബൈ സ്പിന്നിങ് is also known as
യെസ്, സെൻട്രിഫ്യൂഗേഷൻ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, സെൻട്രിഫ്യൂഗേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് അഡ്മിഷർ ഇസ് കെമിക്കലി ആക്റ്റീവ് വാട്ടർ പ്രൂഫർ? ഇതും നമുക്കിവിടെ തന്നിരിക്കുന്ന പൊട്ടാഷ് സോപ്പ്, വെജിറ്റബിൾ ഓയിൽ, വാക്സ്, കാൽഷ്യം സോപ്പ്. അപ്പൊ ഇത് നമുക്ക് ക്യാൻസൽഡ് ആണ് കേട്ടോ, ആ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പുസോൾനാസ് ആർ റിച്ച് ഇൻ, നമുക്ക് പുസോളാന എന്ന് പറയുന്നത് സിലിക്ക ആൻഡ് അലൂമിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is commercially successful fiber in fiber reinforced concrete? Fiber reinforced concrete നകത്ത് സക്സസ് ആയിട്ടുള്ള കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ളത് ആസ്ബെസ്റ്റോസ് ആണ്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്ട്സ് ഓഫ് സീസണിങ് വുഡ്. സീസണിങ് ഓഫ് വുഡിനകത്ത് വരുന്നത് നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. റെഡ്യൂസ് ഇൻ ശ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ് ശരിയാണ്. ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ശരിയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. റിഡക്ഷൻ ഓഫ് നാച്ചുറൽ ഡിഫക്ട്സ് ഇൻ ടിമ്പർ ഇല്ല. നെക്സ്റ്റ് ഇൻക്രീസ് ഇൻ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നില്ല. സോ ഓൺലി 1 and 2. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോട്ട് ചെയ്യാൻ, നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ അല്ലേ ചോദിച്ചിരിക്കുന്നതുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dash are logs of timber sawn into pieces of desired shape. So ഏതാണ് വരുന്നത്? It is lumber. Option A ആണ് ശരി ഉത്തരം. Next question, which of the following is not a binder in paint? ബൈൻഡർ അല്ലാത്തത്, പെയിന്റിനകത്ത് ബൈൻഡർ അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നത് ലിൻസീഡ് ഓയിൽ, ടർപ്പന്റൈൻ ഓയിൽ, പോപ്പി ഓയിൽ ആൻഡ് നട്ട് ഓയിൽ. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഇവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടർപ്പന്റൈൻ ഓയിൽ ആണ് ബൈൻഡർ അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കണ്ടോ, ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് വിത്ത് റിഗാർഡ് ടു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറയുമ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. വൺ സോൾഡിഫൈ കനോട്ട് ബി സോഫ്റ്റഡ് ശരിയാണത്. എക്സാമ്പിൾ ഈസ് പ്ലെക്സി ഗ്ലാസ് അല്ല അല്ലേ. അപ്പം ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ബി ആണ്. ബാക്കി കൂടെ നമ്മൾ നോക്കുക കേട്ടോ. ഫോം സ്ട്രോങ് കോവാലന്റ് ബോണ്ട്സ് ഡ്യൂറിംഗ് പോളിമറൈസേഷൻ ശരിയാണ്. 3 ഡയമെൻഷണൽ ക്രോസ് ലിങ്ക്ഡ് സ്ട്രക്ചർ, ഇതൊക്കെ അതിനെ റിഗാർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി മാത്രമാണ്. സോ 15ാമത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the portion of the brick left after removing the corner equal to half the width and half the length. Okay, half the, ഇതിന്റെ ഹാഫ് ആൻഡ് ഇതിന്റെ ഹാഫ് വരാൻ നേരത്ത് ഇത് നമ്മൾ കളഞ്ഞു. ബാക്കി എന്താണ് നമ്മൾ പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് കിങ് ക്ലോസർ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. Next question, from the following type of bonds, which one is unsuitable for walls of thickness less than 1/2 brick? Unsuitable ആണ് ചോദിച്ചിരിക്കുന്നത്. So it is yes, single Flemish. Next question, the type of composite masonry where the facing is granite or marble and the backing is bricks is known as. ഫേസിങ് നമ്മൾ ഗ്രാനൈറ്റോ മാർബിളോ വെച്ചിട്ട് ബാക്കിംഗ് നമ്മൾ ബ്രിക്ക് കൊടുക്കുന്ന ടൈപ്പ് മാസോൺട്രീനെ നമ്മൾ വിളിക്കുന്നതാണ് ഇറ്റ് ഈസ് ബ്രിക്ക് ബാക്ക്ഡ് സ്റ്റോൺ സ്ലാബ് മാസോൺട്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an arrangement used for situation where the large opening to be made in an existing wall. An arrangement used for situation where large opening to be made in a existing wall. എന്താണ് വരുന്നത്? Yes, it is shoring. Next question, it is kind of support ആണല്ലേ. Yes, next question, when two footing slabs are connected by a beam, the foundation is called. When two footing slabs are connected by a beam, the foundation is called, yes, strap footing. Option C, strap footing. Next question, foundations which is not used in case of black cotton soil. Black cotton soil nathu nammal use cheyan paadillatha foundation endana? Yes, well point system. Option D aanu sheri uttaram. Next question, which among the given material is not commonly used for damp proofing? Damp proofing ine nammal use cheyyatha material ennu parayunnathu edana? Yes, it is glass sheet. Damp proofing nu vendittu nammal use cheyyunnilla. Next question, which among the following situations where underpinning is not suitable for? Not suitable for ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ സിറ്റുവേഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇറ്റ് ഈസ്
നോട്ട് സ്യൂട്ടബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്ട്രെങ്തൻ ആൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്, യെസ് സ്യൂട്ടബിൾ ആണ്. ബിൽഡ് എ ബേസ്മെന്റ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്, ഇതും സ്യൂട്ടബിൾ ആണ്. ബിൽഡ് എ ന്യൂ ബിൽഡിംഗ് അഡ്ജോയിനിങ് ദ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്, ഇതും സ്യൂട്ടബിൾ ആണ്. ഫോർ എൻക്ലോസിംഗ് ലാർജ് ഏരിയ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബ്രിഡ്ജ് പെയർ, നോട്ട് സ്യൂട്ടബിൾ. ക്ലിയർ? സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. ഓൺലി 4 ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ. Next question. Which of the following general rules for fire resisting building is not correct? Which of the following general rules for fire resisting building is not correct? ഇവിടെ വരുന്ന ഇതും നമുക്ക് ആൻസർ ഇല്ല. So it is cancelled ആണ്. So next question. Small block of wood which are fixed on the trusses to prevent the sliding of purlins is known as small blocks of wood which are fixed on the trusses to prevent sliding of purlins. Small blocks of wood-നെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? Yes, it is pleats. Next question, option C ആണ് ശരി ഉത്തരം. Next question. The space between extra doors and the horizontal line through crown of an arch is known as space between extra doors and the horizontal line through crown. It is known as spandrel. Next question. The end bearing for lintels, the end bearing for lintels. Sorry, the end bearing for lintels should be greater than the following. The end bearings for lintels should be greater than the following. Depth of the lintel. Clear alle? Next question. Which of the following is not a carpentry joint? Carpentry joint allatha oru joint ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. It is racked joint. Racked joint, racked joint. Next question. A vertical member is which is employed to subdivide a door opening vertically is known as, yes, mullion. Next question. Cork tiles are manufactured from high grade. Yes, cork tiles evidna manufacture ചെയ്യുന്നത്? Yes, it is high grade bark of cork oak. Next question. What is the ratio of M20 grade concrete? M20 grade concrete, it is, yes, എന്താണ് 1:1.5:3 ആണ് M20 യുടെ വരുന്നത്. Next question. As per IS 456/2000, maximum concrete അല്ലേ, maximum water cement ratio of concrete used in reinforced cement concrete structure exposed to extreme exposure condition. Maximum water cement ratio, okay അല്ലേ, ഏത് സമയത്ത് exposed to extreme exposure condition, ആ സമയത്തുള്ള maximum water cement ratio IS 456 പറയുന്നത് എത്രയാണ്? 0.4. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The distance between centroid of area of tension reinforcement and maximum compression fiber in RCC beam is called effective depth. Option A ആണ് again ശരി ഉത്തരം. Next question. Slum test for concrete is carried out to determine. Slum test for concrete is carried out to determine, yes, workability. Next question. A reinforced concrete slab is 80 mm thick. The maximum size of reinforcement bar that can be used. 8 mm thick ഉള്ള ഒരു കോൺക്രീറ്റ് സ്ലാബിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൈസ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് ബാർ എന്ന് പറയുന്നത്, yes, 10 mm diameter. Next question. The minimum slenderness ratio of short column as per IS 456. Minimum slenderness ratio of short column, it is less than 12. Next question. Which one of the following members is a tension member? Tension member ആയിട്ടുള്ള മെമ്പർ താഴെ തന്നിരിക്കുന്നവയിൽ it is tie. ബാക്കിയെല്ലാം strut, stanchion, boom ആണ്. tie ആണ് ഇവിടെ tension member. Next question. In the designation of ISHB, the letter H stands for ISHB. Beam section ആണ് അല്ലേ? So in the designation of ISHB, letter H stands for എന്താണ്? Yes, it is heavy. Next question. What is the anchorage value of a standard U-type hook of a reinforcement bar of diameter D? Anchorage value ആണ്. Okay അല്ലേ? So it is 16D. 16D. So D is the diameter of reinforcement bar. Clear അല്ലേ? So anchorage value ആണ്
ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The distance between two consecutive balls of adjacent row and is measured at right angles to the direction of load. The distance between two consecutive balls of adjacent row. Clear alle? Measured at right angles to the direction of load. അപ്പോൾ ലോഡ് ഇങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? സോ ഇറ്റ് ഈസ് യെസ് ഗേജ് ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The rate of sludge accumulation in septic tank is the rate of sludge accumulation in septic tank is 30 liters per person per year. Clear alle? 30 liters per person per year. Next question. Which one of the following is used to prevent the entry of foul gases from municipal sewer to house sewer? Which one of the following is used to prevent the entry of foul gases from municipal sewer to house sewer? It is, yes, intercepting trap. Next question. The efficiency of disinfection by chlorine in water treatment increases by. The efficiency of disinfection by chlorine in water treatment increases by. Increase ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. So it is increases by increase in temperature of water. Next question. Sewer which transport sewer to the point of treatment is called. Sewer which transport sewer to the point of treatment is called. Yes, option D, outfall sewer ആണ് ശരി ഉത്തരം. Next question. Two pipe systems of providing building drainage consist of. Two pipe system of providing building drainage consisting of. Two pipe systemത്തിന്റെ കേസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. So it consists of one soil pipe, one waste pipe and two vent pipe. Two pipe system ആണ്. One soil pipe, one waste pipe and two vent pipe. Next question. A railway yard in which wagons are received, sorted and new trains are formed is called. A railway yard in which wagons are received, sorted and new trains are formed is called. Yes, it is marshalling yard. Next question. In coning of wheels, the wheels are given in a slope of. Coning of wheels ആണ്. Clear അല്ലേ? Yes, railway engineering. So coning of wheels, the wheels are given in the slope of, it is, yes, 1:20 നമുക്ക് coning of wheels നകത്ത് slope വന്നിരിക്കുന്നത്. Next question. Fish plates are used to. Fish plates are used to എന്തിനു വേണ്ടിയിട്ടാ? കണക്ട് റെയിൽ ടു റെയിൽ. ഫിഷ് പ്ലേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് റെയിൽ ടു റെയിൽ കണക്ഷന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The maximum design gradient for vertical profile of a road is. The maximum design gradient for vertical profile of a road is, yes, ruling gradient. Next question. The minimum shoulder width recommended by IRC. Minimum shoulder width ഇവിടെ തന്നിരിക്കുന്നത് തെറ്റാണ്. സോ ഇത് ക്യാൻസൽഡ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്യാൻസൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ക്യാൻസൽഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The position of center line of a road is called. The position of center line of a road is called. Yes, very good. It is alignment. Option D, alignment. Next question. The end support of a superstructure of a bridge is called. The end support of a superstructure of a bridge is called. It is, yes, option C, abutment ആണ് ശരി ഉത്തരം. End support of a superstructure of a bridge. Abutment. End support ആണ്. Next question. Which type of loading is considered for the design of temporary bridges? Design of temporary bridges ന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് IRC ക്ലാസ് B. ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following is the temporary structure built for the purpose of excluding water or soil from working area to permit construction without the need for excessive pumping? Which one of the following is the temporary structure built for എന്തിനു വേണ്ടിയിട്ട്? യെസ്, നമുക്ക് ആ ഒരു വാട്ടർ അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ഏരിയ എന്നുള്ള വാട്ടർ ഒക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ്, yes, it is coffer dam. Next question. The standard length of rail for broad gauge and meter gauge can respectively in. The standard length of rail. Rail ന്റെ ലെങ്ത് ആണ് ബ്രോഡ് ഗേജിലും മീറ്റർ ഗേജിലും യൂസ് ചെയ്യുന്ന
റെയിൽ ലെങ്ത്, സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ബ്രോഡ് ഗേജിന് യൂസ് ചെയ്യുന്നത് 13 ആൻഡ് മീറ്റർ ഗേജിന് യൂസ് ചെയ്യുന്നത് 12 മീറ്റർ. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് ആരോ ഹെഡ് ഈസ് ഡാഷ് ടൈം ദ ഡെപ്ത്. ക്ലിയർ അല്ലേ? ലെങ്ത് ഓഫ് ആരോ ഹെഡ്, ക്ലിയർ അല്ലേ? ലെങ്ത് ഓഫ് ആരോ ഹെഡ് ഇറ്റ് ഈസ് ഡാഷ് ടൈംസ് ദ ഡെപ്ത്. ക്ലിയർ അല്ലേ? എത്രയാണ്? L is equal to, യെസ്, എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് 3 times the depth of the arrow. Clear അല്ലേ? Arrow head. Next question, the maximum summer altitude of sun for a place of latitude of 40 degree. 40 ഡിഗ്രിയിൽ വരുന്ന ആ ഒരു പ്ലേസിലെ മാക്സിമം സമ്മർ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് സൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ്, യെസ്, എത്രയാണ്? 73.5 degree വരും. Next question, the factors which affect the ventilation conditions are. The factors which affect the ventilation conditions, നമുക്ക് conditions നോക്കാം. Distance between building along streets, ശരിയാണ്. General height of building, ശരിയാണ്. Layout of building blocks, ശരിയാണ്. So ഇവിടെ D ആയിട്ട് തന്നിരിക്കുന്ന all of these. Option D ആണ് ശരി ഉത്തരം. Next question, the velocity of comfort in a humid air climate is. Clear അല്ലേ? Velocity ആണ് humid air climate. So it is, yes, 1 meter per second. Next question, any brightness within the field of vision so as to cause discomfort, annoyance or eye fatigue. Any brightness within the field of vision so as to cause discomfort and annoyance and eye fatigue. എന്താണ് അതിനെ പറയുന്ന പേരാണ്? ഇറ്റ് ഈസ് glare. Okay. Next question, minimum recommended floor area of bath and latrine combined for residential buildings. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് തെറ്റാണ്. സോ ഇറ്റ് ഈസ് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ. 61ാമത്തേതും ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 62ാമത്തെ ക്വസ്റ്റ്യൻ, minimum recommended height for bedroom of a residential building. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ബെഡ്റൂമിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന മിനിമം ഹൈറ്റ് എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് 2.75 മീറ്റർ എങ്കിലും വേണം. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. Next question, lighting that emits light in equal proportions in all directions. Clear അല്ലേ? Lighting that emits light in equal proportions in all directions. എന്താണ് വരുന്നത്? Yes, diffuse lighting. Next question, the minimum winter altitude of sun for a place of latitude of 40 degree. ഇവിടെ തന്നിരിക്കുന്നത് again ഓപ്ഷൻസ് നമുക്ക് 26.5 ഡിഗ്രി കിട്ടും. ക്ലിയർ അല്ലേ? 26.5 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിൽഡിംഗ് ലൈൻ ഫോർ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേസ്. ബിൽഡിംഗ് ലൈൻ നമുക്ക് എത്രയാണ് കൊടുക്കണ്ടേന്നുള്ളത് again ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ. 65ാമത്തെ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the unit of measurement for earthwork in excavation. Earthwork in excavation നമ്മൾ എന്താണ് കൊടുക്കുന്നത്? Yes, it is meter cube അല്ലെങ്കിൽ CUE. Clear അല്ലേ? So next question, the average horizontal distance between center of excavation to the center of deposition is known as. So it is known as lead. Clear? Next question, find the volume of earthwork in embankment of length 12 meter. Top width is 5.5 meter and depth is 2.5 meter. The side slope are in 1/2 1.5:2. അപ്പൊ നമുക്ക് വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. എംബാക്ക്മെന്റ് ഓഫ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 12 meter ആൻഡ് ടോപ്പ് വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5.5 meter ആൻഡ് ഡെപ്ത് നമുക്ക് തന്നിരിക്കുന്നത് 2.5 meter ആണ്. ആൻഡ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സൈഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്. സൈഡ് സ്ലോപ്പ് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? ഈ ഒരു സ്ലോപ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് 1.5:2. ക്ലിയർ? സോ ഇതും 68th ക്വസ്റ്റ്യനും നമുക്ക് കിട്ടുന്ന ആൻസർ വെച്ചിട്ട് ഇത് ക്യാൻസൽഡ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Determine the cost of hospital building for 50 beds. The cost of construction altogether for each bed is 60,000. 50 ബെഡിലേക്ക് നമുക്ക് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓൾ ടുഗദർ ഫോർ ഈച്ച് ബെഡ് ഈച്ച് ബെഡ് എത്രയാണ് വരുന്നത്? 60,000 രൂപ. അങ്ങനെ 60,000 രൂപ. അങ്ങനെ 50 ബെഡിന്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഇസ് യെസ് 30 ലക്ഷം റുപ്പീസ്, 30 lakh. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. Next question. The method of preparation of approximate estimate generally used for multi-storied buildings is എന്താണ് വരുന്നത്? Yes, it is cubical content method. The method of preparation of approximate estimate. Clear അല്ലേ? Next question. Which one of the following condition requires geodetic surveying? Geodetic surveying എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർവേ ഓഫ് എ കൺട്രി. ഒരു കൺട്രിയിൽ നമ്മൾ ജിയോഡറ്റിക് സർവേയിങ്ങിൽ നമ്മൾ എർത്തിന്റെ ആ ഒരു ഇതും കൂടി നമ്മൾ മീൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഇസ് S30°E. അപ്പൊ നമുക്ക് എന്തിലാണ് തന്നിരിക്കുന്ന? ഹോൾ സർക്കിൾ ബെയറിംഗ് ആണോ റെഡ്യൂസ്ഡ് ബെയറിംഗ് ആണോ? യെസ്, ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബെയറിംഗ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ് നമ്മളുടെ എന്ത് തന്നിരിക്കുന്നത്? എ ബി ലൈനിന്റെ ഫസ്റ്റ് മാഗ്നറ്റിക് ബെയറിംഗ് നമുക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് സൗത്ത് ഈസ്റ്റിൽ വരുന്ന 30°. Then if the declination is 60° to west. അപ്പൊ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് വെസ്റ്റിലേക്ക് നമുക്ക് ഇങ്ങനെ വരും അല്ലെ? വെസ്റ്റിലേക്ക് നമുക്ക് 6° ടു വെസ്റ്റ് ആണെന്ന് കരുതുക. വാട്ട് ഈസ് ദ ട്രൂ ബെയറിംഗ്? അപ്പൊ ട്രൂ ബെയറിംഗ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും ആ 6° കാണിക്കാമേ. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് 6° വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇവിടെ നമ്മൾ ട്രൂ ബെയറിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. ട്രൂ ബെയറിംഗ് എന്ന് പറയുന്ന നേരത്ത് ഇവിടെ എന്ത് വരും? 3യും 6ഉം കൂടി ആഡ് ചെയ്യണം. സോ 30യും 6ഉം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സൗത്ത് ഈസ്റ്റിൽ തന്നെ കിട്ടും. സോ ഇറ്റ് ഈസ് X36° ഈസ്റ്റ് വരും. ക്ലിയർ? ഇതും കൂടി ഇവിടെ ആഡ് ചെയ്യണം. ക്ലിയർ? Next question. Diurnal variation is greater in. ഓക്കെ അല്ലെ? ഡയോണൽ വേരിയേഷൻ നമുക്ക് ഗ്രേറ്റർ ആയിട്ട് കിട്ടുന്നത് ഏത് ടൈമിലാണ് അല്ലെങ്കിൽ ഏത് സീസണിലാണ്, ഏത് സമയത്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇൻ സമ്മർ ദാൻ ഇൻ വിന്റർ. സമ്മറിലായിരിക്കും ഏറ്റവും കൂടുതൽ വിന്ററിനെക്കാളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബെയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഇസ് 150° ആൻഡ് ദ ആംഗിൾ എ ബി സി ഇസ് 124°. അപ്പൊ നമുക്കൊരു ലൈനിന്റെ ബെയറിംഗ് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? ഇപ്പം എ ബി എന്ന് പറയുന്നത് ഇപ്പം ഇവിടെയാണ് നോർത്ത്, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ ഇറ്റ് ഈസ് 150°. സോ ഇവിടെ ബെയറിംഗ് തന്നിട്ടുണ്ട് എ ബി ആൻഡ് ബി സി എന്ന് പറയുന്നത് ഈ ആംഗിൾ എ ബി സിയുടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആംഗിൾ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 124°. ക്ലിയർ അല്ലേ? സോ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ബി സിയുടെ ബെയറിംഗ്. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ 150 തന്നിട്ടില്ലേ? സോ ഇവിടെ 180 ഇതായിരിക്കും ഈ ഒരു 150° എന്ന് പറയുന്നത്. അപ്പൊ 150 ആൻഡ് 120 ഇവിടെ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? 124 ആണ്. അപ്പൊ ഈ 150 പ്ലസ് ഇവിടെ 124° മൈനസ് 30° ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇറ്റ് ഈസ് 94°. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The plotting of inaccessible points in a plane table survey can be done by the method of intersection. Option C, intersection ആണ് ശരി ഉത്തരം. Next question. The method of plane tabling commonly used for establishing the instrument station is. The method of plane tabling commonly used for establishing the instrument station is resection ആണ് ശരി ഉത്തരം. Option C. Next question. The combined correction of curvature and refraction for a distance of 1400 meter. അപ്പൊ 1400 മീറ്ററിന്റെ വരാൻ നേരത്ത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് 0.132 മീറ്റർ ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Error due to inclination of line of collimation in leveling across a river can be eliminated by ചെയ്യുന്നത്. യെസ്, തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുന്നത് ലെവലിംഗ് അക്രോസ് എ റിവറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിപ്രോക്കൽ ലെവലിംഗ് ആണ്. ക്ലിയർ? റെസിപ്രോക്കൽ ലെവലിംഗ്. Next question. Which of the following sites will be applicable for a change point? Clear alle? Change point in applicable ആയിട്ടുള്ളത്. Yes, option D, back site and foresight. Next question. A plane which is perpendicular to the plumb line through a point and is tangential to the level surface. It is, yes, horizontal plane ആണ് ട്ടോ. Option D ആണ് ശരി ഉത്തരം. Next question. Hydrological cycle represents. Hydrologic cycle represents. Hydrologic cycle represents, yes, circulation process of water on or above below the surface of earth. നെയാണ് നമ്മൾ hydrologic cycle എന്ന് പറയുന്നത്. Next question. Delta of a crop means. Delta എന്ന് പറയുന്നത് of a crop means എന്താണ്? Yes, delta എന്ന് പറയുന്നത് it is depth of water required by crop നെയാണ് നമ്മൾ delta എന്ന് പറയുന്നത്. Next question. Hydrograph is a graph of. ഹൈഡ്രോഗ്രാഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രോഗ്രാഫ് ഇസ് എ ഗ്രാഫ് ഓഫ്, യെസ്, എന്താണ് വരുന്നത്? Yes, it is stream flow against time. It is stream flow against time. Next question. Characteristics of a good dam site is. Characteristics of a good dam site is, നമുക്ക് നോക്കാം, should be away from irrigation area. അത് പറയുന്നില്ല. Next question. Should have good firm foundation. ശരിയാണ്. Should be in a narrow valley. ശരിയാണ്. Good dam site ന് വേണ്ടിയിട്ടുള്ളതാണ്. The bed and site should be impervious. ശരിയാണല്ലേ? ബെഡും സൈഡ്സും ഒക്കെ impervious ആയിരിക്കണം. So ഇവിടെ 2, 3, 4 ആണ് നമ്മുടെ characteristics of good dam site. So option B ആണ് ശരി ഉത്തരം. Clear? Next question. Freeboard of a dam is. Freeboard of a dam is the difference between water level and top of dam. Option C ആണ് ശരി ഉത്തരം. Freeboard of a dam എന്ന് പറയുന്നത് the difference between water level and top of dam. Next question. A gallery is. A gallery is. Gallery എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? It is, yes, a passage provided in the body of a dam. Gallery എന്ന് പറയുന്നത് a passage provided in the body of a dam. Next question. Super passage is a structure in which. Super passage is a structure in which, yes, എങ്ങനെയാണ് സൂപ്പർ പാസേജ് എന്ന് പറയുന്നത്? It is a structure in which drainage channel flows over a canal. Drainage channel flows over a canal. Next question. A canal constructed to flow water throughout the year. Canal constructed to flow water throughout the year is known as, നമ്മൾ എന്താ പറയുന്നത്? Yes, perennial canal. Next question. Berms are provided to. Berms നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? Berms are provided to, yes, it is strengthen the canal bank. Canal bank ന്റെ strength ചെയ്യാൻ വേണ്ടിയിട്ട്. Next question. Which of the following is not a canal diversion earthworks? തന്നിരിക്കുന്നതിൽ കനാൽ ഡൈവേർഷൻ ഹെഡ് വർക്സിൽ ഉൾപ്പെടാത്തത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഇസ് ഫിഷ് ലാഡർ എന്നിട്ടുണ്ട്, ഡിവൈഡ് വാൾ, അണ്ടർ സ്ലൂയിസ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. കനാൽ ഫോൾ ആണ് കനാൽ ഡൈവേർഷൻ ഹെഡ് വർക്സിനകത്ത് ഇല്ലാത്തത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a force acts on a body, some resistance to deformation develops. This resistance is known as, when a force acts on a body, some resistance. So, resistance to the force acts on a body is called as, നമ്മൾ എന്താണ് വിളിക്കുന്നത്? Yes, it is stress. Next question. Modulus of elasticity is the ratio of. Modulus of elasticity എന്ന് പറയുന്നത് എന്താണ്? Yes, it is stress to strain ratio ആണ്. Modulus of elasticity is equal to stress by strain. Clear? Next question. The moment of inertia of a circular section of diameter d is given by. Moment of inertia ആണ് circular section ന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. It is pi d raised to 4/64. Clear? Next question. The center of area of plane figures is known as. The center of area of plane figures is known as centroid. Option A, centroid. Next question.
Hooke's law is valid. Hooke's law എപ്പോഴാണ് വാലിഡ് ചെയ്യുന്നത്? യെസ്, ഓൺലി വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റിൽ മാത്രമാണ് ഹുക്സ് ലോ വാലിഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ടു കൺകറന്റ് ഫോഴ്സസ് 20 kg ആൻഡ് 50 kg കൺകറന്റ് ആണ്, രണ്ട് ഫോഴ്സും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ആക്ട്സ് as right angles on a particle, then their resultant will be equal to. ക്ലിയർ അല്ലേ? അപ്പൊ 20 kg 15 kg ആക്ട് ചെയ്യുന്നു. സോ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? യെസ്, ഇതെന്ത് ചെയ്താൽ മതി? ജസ്റ്റ് യെസ്, എന്താണ് വരുന്നത്? 25 kg വരും. ക്ലിയർ? 25 kg. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if three coplanar forces acting at a point in equilibrium, then each force is proportional to the sine of the angle between the other two. Sine of the angle between the other two. Clear alle? So F1, F2, F3. So ഇവിടെ നമുക്ക് alpha, beta, gamma. Sorry, gamma. Then F1 is proportional to sine alpha. Then F2 is proportional to sine beta. അല്ലെങ്കിൽ F1 by sine alpha equal to F2 by sine beta equal to F3 by sine gamma എന്ന് എഴുതാം. It is called എന്താണ്? Yes, it is cute name അല്ലെ? Lamis theorem. Clear? Next question, the maximum value of frictional force which comes into play when a body just begins to slide over the surface of other body is known as maximum value of frictional force. എപ്പോൾ ഒരു ബോഡി മറ്റൊരു ബോഡിനെ സ്ലൈഡ് ഓവർ ചെയ്യാൻ നേരത്തുള്ളതാണ് limiting friction. Next question, the force which meet at one point but their lines of action lays on the same plane are called. Force which meet at one point but their lines of action lays in the same plane is called. Yes, it is coplanar concurrent forces. Clear alle? Meet at one point എന്ന് പറയുമ്പോൾ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 100-ആമത്തെ, നമ്മളുടെ വീഡിയോയിലെ 200-ആമത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ, polar moment of inertia is polar moment of inertia. Polar moment of inertia എന്ന് പറയുന്നത് എന്താണ്? The moment of inertia of an area about an axis perpendicular to the plane of the area. Plane of the area പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആ ഒരു എന്താണ്, ആ ഒരു ആക്സിസിലെ moment of inertia. Clear അല്ലേ? So the moment of inertia of an area about an axis perpendicular to the plane of the area, it is called polar moment of inertia. ഈ ഒരു 200 ക്വസ്റ്റ്യൻസ് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. PYQs ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ അത് നോക്കണേ. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ, ഓൾ ദ ബെസ്റ്റ്.